വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതരെ സഹായിക്കാൻ കോൺഗ്രസ് പിരിച്ച ഫണ്ട് എന്തിനുപയോഗിച്ചു എന്ന് ഡിസിസി പ്രസിഡന്റ് കൂടിയായ യുഡിഎഫ് സ്ഥാനാർത്ഥി വ്യക്തമാക്കണമെന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗവും തവനൂർ മണ്ഡലം സെക്രട്ടറിയുമായ വി.പി. സാനു പറഞ്ഞു. കെപിസിസി ആഹ്വാനം ചെയ്ത ഫണ്ട് പിരിവിൽ 3 വ്യക്തികളിൽ നിന്ന് മാത്രം 55 ലക്ഷം രൂപ ലഭിച്ചതായി യുഡിഎഫ് സ്ഥാനാർത്ഥി വി.എസ്. ജോയിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് മാത്രം കോടിയിലധികം രൂപയാണ്. ഇത്രയും തുക ഒരു ഡിസിസി പ്രസിഡന്റ് മാത്രം സമാഹരിച്ചു നൽകിയിട്ടുണ്ട്. ഇതുപോലെ 14 ഡിസിസി പ്രസിഡന്റുമാർ, കെപിസിസി ഭാരവാഹികൾ എന്നിവർ വലിയ തുക സമാഹരിക്കാൻ സാധ്യതയുണ്ടെന്നിരിക്കെ ചെറിയ തുകയുടെ കണക്ക് നൽകിയതിൽ ദുരൂഹതയുണ്ട്. ഒരു വീട് പോലും വയനാട്ടിലെ ദുരന്തബാധിതർക്ക് നിർമ്മിച്ചു നൽകാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ പിരിച്ച ഫണ്ട് എന്തിനുപയോഗിച്ചു എന്ന് വ്യക്തമാക്കാൻ ഡിസിസി പ്രസിഡന്റ് കൂടിയായ സ്ഥാനാർത്ഥി തയ്യാറാവണമെന്നും വി.പി. സാനു ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി തവനൂര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം, ഇപ്പോ കേരളക്കരെ ആകെ ഏറ്റെടുത്തിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് വയനാടിന് വേണ്ടി പിരിച്ച ഫണ്ട് എവിടെ എന്നതാണ്. കാരണം തവനൂരിൽ മത്സരിക്കുന്ന യുഡിഎഫ് സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത് അദ്ദേഹം വഴി തന്നെ നേരിട്ട് കൈപ്പറ്റിയ തുകയുടെ ഡീറ്റെയിൽസാണ്. അദ്ദേഹം ഏതാണ്ട് 55 ലക്ഷം രൂപ 3 പേരിൽ നിന്നായി 25, 20, 10 ലക്ഷം വെച്ച് 3 പേരിൽ നിന്നായി 55 ലക്ഷം രൂപ അദ്ദേഹം പിരിച്ചെടുത്തു. ആ പിരിച്ച തുകയുടെ ഇനി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാതെ പിരിച്ച തുകയുടെ, ഡിസിസിയുടെ മറ്റ് ഭാരവാഹികൾ പിരിച്ച തുകയുടെ, അവരുടെ പോഷക സംഘടനകൾ വഴി പിരിച്ച തുകയുടെ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളക്കരയാകെ ആ ചോദ്യം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. കേരളത്തിലാകെ വയനാടുമായി ബന്ധപ്പെട്ട് വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കുന്നതിന് എന്ന് പറഞ്ഞ് അവർക്ക് വീട് വെക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞ് പിരിച്ച തുക എവിടെ എന്നുള്ള ചോദ്യം അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. ഇതുവരെ അതിന് മറുപടി പറയാൻ യുഡിഎഫിന്റെ നേതാക്കന്മാർ തയ്യാറായിട്ടില്ല. കോൺഗ്രസിന്റെ നേതാക്കന്മാർ വലിയ സമ്മർദ്ദം വന്നപ്പോഴാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു മറുപടി പറയാൻ തയ്യാറായത്. എന്നാൽ ആ സമയത്ത് പോലും യുഡിഎഫിന്റെ തവനൂരിലെ സ്ഥാനാർത്ഥി ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഡിസിസി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അദ്ദേഹം വാങ്ങിയെടുത്ത തുകയുടെ ഡീറ്റെയിൽസ്, അദ്ദേഹം ഉൾപ്പെടുന്ന ഒരു സംഘടന, രാഷ്ട്രീയ പാർട്ടി നടത്തിയിട്ടുള്ള ഈ കൊള്ളയെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. നേരത്തെ കെ.സി. വേണുഗോപാൽ പറഞ്ഞത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടില്ല, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കാൻ ഫണ്ടില്ല എന്ന് പറഞ്ഞവരാണോ? അവർക്ക് ഇപ്പോ ഒഴുക്കുന്ന ഈ പണം എവിടെ നിന്നാണ്? വോട്ട് കാശ് കൊടുത്ത് വാങ്ങാൻ ഉൾപ്പെടെയുള്ള പരിശ്രമങ്ങൾ ഈ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പണം വയനാട് ദുരന്തബാധിതരെ കാണിച്ചുകൊണ്ട് കേരളത്തിൽ ആകമാനം പിരിച്ച തുകയാണ്. കേരളത്തിന് പുറത്തും ജിസിസിയിലടക്കം പോയിക്കൊണ്ട് അവർ നടത്തിയിട്ടുള്ള പിരിവിന്റെ ഭാഗമായിട്ടുള്ള തുകയാണ് ഇവിടെ ചെലവഴിക്കുന്നത് എന്നുള്ളത് ഈ നാടിനോട്, ഈ നാടിലെ ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യത യുഡിഎഫിനുണ്ട്, യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിക്കുണ്ട് എന്നതാണ് ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ആ ചോദ്യം ഇന്ന് ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ചോദ്യം ഒരു ഭാഗത്ത് ചോദിക്കുന്നു, ആ വയനാടിന് വേണ്ടി എന്താണ് ഇടതുപക്ഷം ചെയ്തത് എന്ന് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് ഞങ്ങൾ അതിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വയനാടിന് വേണ്ടി ഇപ്പോൾ കൈമാറിയിട്ടുള്ള 178 വീടുകളുടെ ചിത്രവും അന്നത് കൈമാറുന്ന സമയത്തെടുത്ത ഫോട്ടോയും ആ ടൗൺഷിപ്പിന്റെ മനോഹരമായിട്ടുള്ള ചിത്രവുമാണ് ഇതിലുള്ളത്. അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് വയനാടിന്റെ പേരിൽ പണം പിരിച്ച് ആ പണം തെരഞ്ഞെടുപ്പ് ചെലവിന് വേണ്ടി വോട്ട് തട്ടാൻ ഉപയോഗിക്കുമ്പോൾ മറുഭാഗത്ത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഡോക്ടർ കെ.ടി. ജലീൽ, അദ്ദേഹമാണ് കേരളത്തിലെ അസംബ്ലി നിയമസഭാ സാമാജികരിൽ ഏറ്റവും കൂടുതൽ തുക വയനാട് ദുരന്തബാധിതർക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള 5 ലക്ഷം രൂപയാണ് അദ്ദേഹം അവർക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. അവരെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് വയനാട്ടിലെ ചൂരൽമലയിലെ ദുരന്തബാധിതരെ ചേർത്ത് നിൽക്കുന്ന സമീപനമാണ് ഇടതുപക്ഷം ചെയ്തത്, ഡോക്ടർ കെ.ടി. ജലീൽ ചെയ്തത്. അപ്പോൾ ചിത്രം വളരെ വ്യക്തമാണ്. ഒരു ഭാഗത്ത് വയനാടിന്റെ പേരിൽ പോലും പണം പിരിച്ച് അവരെയും കേരളത്തെയും ആകെ വഞ്ചിച്ചവരാണ്, മറുഭാഗത്ത് ആ വയനാടിനെ ചേർത്ത് പിടിച്ചവരാണ്. ഇതിൽ ആരെയാണ് വിജയിപ്പിക്കേണ്ടത് എന്ന്, ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് തവനൂരിലെ ജനം കൃത്യമായി തീരുമാനമെടുത്തിട്ടുണ്ട്. അത് മെയ് 4 റിസൾട്ട് വരുമ്പോൾ ഡോക്ടർ കെ.ടി. ജലീലിന്റെ വൻഭൂരിപക്ഷത്തോടു കൂടിയുള്ള വിജയത്തോടു കൂടി അത് വ്യക്തമാകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്.
വയനാട് ദുരിതബാധിതരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എംഎൽഎമാരിൽ ഏറ്റവും കൂടുതൽ തുക നൽകിയത് തവനൂരിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായ ഡോക്ടർ കെ ടി ജലീലാണെന്നും ജീവകാരുണ്യ കരുതൽ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയാണ് ഇത് തെളിയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ കെ ടി ജലീലും ഭാര്യ ഫാത്തിമക്കുട്ടി ടീച്ചറും ചേർന്ന് 5 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. തവനൂരിലെ ജനങ്ങൾക്ക് കെ ടി ജലീൽ എന്ന ജനപ്രതിനിധിയുടെ പ്രവർത്തനങ്ങളിൽ അഭിമാനിക്കാമെന്നും വി പി സാനു പറഞ്ഞു. സിപിഐഎം തവനൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം ഇ അഫ്സൽ, തവനൂർ ഏരിയ സെന്റർ അംഗം കെ നാരായണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ.